പണി തീരാത്ത കായിക ഭവൻ കെട്ടിടം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്ത സംഭവം വിവാദമാകുന്നു. 7 നിലകളിൽ ഒരുങ്ങുന്ന കെട്ടിടത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. കർട്ടൻ ഉപയോഗിച്ച് മറച്ചായിരുന്നു കെട്ടിടം ഉദ്ഘാടനത്തിനായി ഒരുക്കിയിരുന്നത്. അതേസമയം കായിക മന്ത്രിക്കെതിരെ കേരള ഒളിമ്പിക്സ് അസോസിയേഷനും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. 7 നിലയിൽ ഒരുങ്ങുന്ന കായിക ഭവന്റെ ആദ്യഘട്ട ഉദ്ഘാടനമാണ് നടന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനു മുൻപ് കായിക ഭവന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിൽ കടുത്ത വിമർശനം ഉയരുന്നതിനിടെയായിരുന്നു കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ തന്നെ എത്തി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയത്. 25 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ആദ്യഘട്ടമായുള്ള 3 നിലകളുടെ നിർമ്മാണം പൂർത്തിയായതായി മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 25 കോടി രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചെലവായി നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാന കായിക വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 8.5 കോടി ചെലവിൽ 3 നിലയാണ് പൂർത്തീകരിക്കുന്നത്. ആ 3 നിലകളുടെ നിർമ്മാണം ഈ 8.5 കോടി രൂപ ചെലവിൽ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ കായിക ഭവന്റെ നിർമ്മാണത്തിനായി ആദ്യഘട്ടമായി അനുവദിച്ച 8.5 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയാക്കിയത് എന്ന് മന്ത്രി പിന്നീട് ന്യായീകരിച്ചു. കായിക വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ആ പ്ലാൻ ഫണ്ടിൽ ഉണ്ടായിരുന്നത് 7 കോടി രൂപയായി. അതിൽ 6.5 കോടി രൂപയുടെ കൊട്ടേഷൻ അല്ലെങ്കിൽ ടെൻഡർ എടുത്തു. ആ പണികൾ ഇവിടെ പൂർത്തിയായി. അതാണ് 1ാം ഘട്ടം. 2ാം ഘട്ടം പൂർത്തീകരിക്കുകയാണെങ്കിൽ ഇനി 7 കോടി രൂപ വേണം. അത് ഇത്തവണത്തെ ബഡ്ജറ്റിൽ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. ആ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് 2ാം ഘട്ടം പ്രവർത്തനം നടത്തും. അതിലൊരു അത്ഭുതമില്ല. ഇനി 2 കാര്യങ്ങളുള്ളത്. ഫർണിഷിംഗ് ഉണ്ട്. ഫർണിഷിംഗ് ആണ് വരാനുള്ളത്. നിങ്ങൾക്കറിയാം, ഒരു കെട്ടിടത്തിൻ്റെ ഫർണിഷിംഗ് പൂർത്തീകരിക്കാനുള്ള സമയമെടുക്കണം. ഡയറക്ടറേറ്റാണ് ഇങ്ങോട്ട് മാറ്റാൻ പോകുന്നത്. അതിൻ്റെ രേഖകൾ മാറ്റാനുള്ള സമയങ്ങൾ വേണം. അറിയാലോ, ഫയലുകൾ മാറ്റണം, പുതിയ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അതിൻ്റെ എല്ലാം തന്നെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. അത് സാധാരണ കെട്ടിട ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നമ്മൾ പൂർത്തീകരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. ഒരു കായിക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെട്ടിടമാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിൽ ലഭിച്ച പണം മുഴുവൻ നമ്മളിപ്പോൾ ചെലവാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് പൂർത്തീകരിച്ചൊരു കെട്ടിടം അത് തുറന്നു കൊടുക്കുക എന്നുള്ളത് ആ വകുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതേസമയം കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ കായിക ഭവനിലേക്ക് ധർണ സംഘടിപ്പിച്ചു. കായിക ഭവനിൽ ഒളിമ്പിക് അസോസിയേഷന് പ്രത്യേക സ്ഥലം അനുവദിക്കുമെന്ന കരാർ സർക്കാർ ലംഘിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ. കേരളത്തിലെ കായിക മേഖലയുടെ അവസ്ഥയാണ് കായിക ഭവന് എന്നും കായിക താരങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ നൽകുന്നില്ല എന്നും ഒളിമ്പിക് അസോസിയേഷൻ ആരോപിച്ചു. കേരളത്തിലെ 5 വർഷമായി ഇദ്ദേഹം ഈ മന്ത്രി ചാർജ് എടുത്തത് മുതൽ 5 വർഷമായി കേരളത്തിൻ്റെ അവസ്ഥ ഇതാണ്. ഇത് കെട്ടിടത്തിൽ മാത്രമല്ല, കേരളത്തിലെ കായിക താരങ്ങളുടെ അവസ്ഥ. അദ്ദേഹം നേരിട്ട് നിയന്ത്രിക്കുന്ന സ്പോർട്സ് ഹോസ്റ്റലുകൾ 6, 7, 8 മാസം പെൻഡിങ് ഇട്ടാണ് ആഹാരത്തിനുള്ള കാശ് കൊടുക്കുന്നത്. കുട്ടികൾ പട്ടിണിയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, പണിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കായിക മേഖലയുടെ അവസ്ഥയാണ് ഈ കെട്ടിടത്തിൻ്റെ അവസ്ഥയും. കായിക മേഖലയും കെട്ടിടവും കൂടെ നോക്കിയാൽ 2 ഒരുപോലെ ഇരിക്കും. അദ്ദേഹത്തിന് ഈ വീക്ഷണമാണുള്ളത്. കായിക ഭവന്റെ നിർമ്മാണം ഇതുവരെ പൂർണ്ണമായിട്ടില്ല എന്ന് മാത്രമല്ല, കർട്ടനിട്ട് മറച്ചാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനായി ഒരുക്കിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണിതെന്ന വിമർശനവും ഉയരുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.